ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിൽ ഇപ്പം നമ്മൾ കണ്ടുവന്നത് ഇവാൻ എന്ത് ചെയ്യുന്നു, നൈറ്റിംഗേളിൻ്റെ സോങ്ങൊക്കെ കേട്ട് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് ലേൺ ചെയ്യണം തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനെ എന്ത് ചെയ്യുന്നു, അവൻ്റെ മാസ്റ്റർ അല്ലെ യജമാനനായ ആരാണ്, ദ റഷ്യൻ മർച്ചൻ്റ് അവനെ ഫോർ ഫെച്ചിങ് ഫയർവുഡ്സിന് വേണ്ടിയിട്ട് കാട്ടിലോട്ട് വിടുന്നു. അങ്ങനെ ഫയർവുഡ്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോകുമ്പം ഭയങ്കരമായിട്ട് സ്റ്റോമും റെയിനും ഒക്കെ വരുമ്പം ഹീ ഹെൽപ്പ്ഡ് സം ലിറ്റിൽ ബേർഡീസ്. അങ്ങനെ ആ മഴയൊക്കെ നനയാതെ തണുപ്പിൽ നിന്ന് അവൻ്റെ ക്ലോത്ത്സൊക്കെ വെച്ചിട്ട് അവനവരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മദർ ബേർഡ് വരുമ്പോഴത്തേക്കിന് അവനെ എന്ത് ചെയ്യുന്നു, ബേർഡ്സ് ലാംഗ്വേജ് പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുന്നു. അവൻ അതൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ വരുന്നു. എന്നിട്ട് നൈറ്റിംഗേൾ വരുന്നു. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നൈറ്റിംഗേൾ പറഞ്ഞു ഒരു സീക്രട്ട്. അപ്പോഴത്തേന് നമ്മുടെ മാസ്റ്റർ വന്നു, റഷ്യൻ മർച്ചൻ്റ് വന്ന് ചോദിച്ചു, എന്താണ് നീ ആരോട് സംസാരിച്ചു? അപ്പോൾ പറഞ്ഞു, നൈറ്റിംഗേളിൻ്റെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, എന്തായിരുന്നു സീക്രട്ട്, വാട്ട് വാസ് ദ സീക്രട്ട്? എന്താ പറഞ്ഞത്? വൺ ഡേ ഐ വുഡ് ബിക്കം ദ കിങ് ആൻഡ് യു വുഡ് ബിക്കം ദ സെർവൻ്റ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് നമ്മുടെ മാസ്റ്ററായ റഷ്യൻ മർച്ചൻറ്റിന് ദേഷ്യം വരുന്നു. കുറേ ആഴ്ചകളിങ്ങനെ, കുറേ വീക്സ് ഇങ്ങനെ അയാൾ അതിനെപ്പറ്റി ആലോചിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവന് മയക്കാനുള്ള ഒരു പാനീയം കൊടുത്തിട്ട് അവനെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് ഇൻറ്റു ദ ഡീപ്പ് സീയിലോട്ട് ഒഴുക്കി വിടുന്നു. ഇത്രയായിരുന്നു നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി അടുത്ത നോക്കിക്കേ, മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. എന്താണ് മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്? Message from the cranes. Can you see the page number 67? Heading of that page is message from the cranes. We can see a big ship in that picture and the sailor. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം വാട്ട് യു മീൻ ബൈ ക്രെയിൻസ്? ക്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ? കൊറ്റികൾ അല്ലെ കൊക്കുകൾ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് കൊറ്റികൾ. എന്തായിരുന്നു മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്? കൊറ്റികളിൽ നിന്ന് കിട്ടിയ ഒരു മെസ്സേജ് എന്തായിരുന്നു നോക്കാം. ഫോർ എ ലോങ് ടൈം ദ ബോട്ട് മൂവ്ഡ് എബൌട്ട് ആൻഡ് ഓൺ ടു ദ വേവ്സ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അപ്പം നമ്മുടെ ഇവാൻ പോയ ബോട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ പോയി ഫോർ എ ലോങ് ടൈം, കടലിൽ കൂടെ ഇവൻ ഉറങ്ങല്ലേ, മയങ്ങി കിടക്കുകയല്ലേ, ഡ്രൗസി ആയിട്ടുള്ള ഒരു ഇത് കുടിച്ചിട്ട് അവനിങ്ങനെ മയങ്ങി കിടക്കുകയാണ്. അപ്പോൾ എന്താ, ഫോർ എ ലോങ് ടൈം ദ ബോട്ട് മൂവ്ഡ് എബൌട്ട് ഓൺ ദ വേവ്സ് ആൻഡ് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്. ഇങ്ങനെ പോയി എന്ത് ചെയ്തു, വേവ്സിനകത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ്, വലിയൊരു ഷിപ്പിൽ പോയി ഹിറ്റ് ചെയ്തു. ദ ക്രൂ ഓൺ ദ ഷിപ്പ് സോ ഐവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. ഇൻ ദാറ്റ് ബിഗ് ഷിപ്പ് ദർ ആർ സം ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനകത്ത് ഇങ്ങനെ പോകുമ്പം അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെ, കപ്പൽ വിമാനത്തിലൊക്കെ പോകുമ്പോൾ അതിനകത്ത് ക്രൂസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള എയർ ഹോസ്റ്റസും ബാക്കിയുള്ള ആൾക്കാരും അതിനകത്ത് ജോലിക്കാരും. അപ്പോൾ ഈ ഷിപ്പിനകത്തുള്ള ക്രൂസ് എന്ത് ചെയ്തു, ഇവനെ കണ്ടു. സോ ഐവാൻ ആൻഡ് ഫെൽറ്റ് പിറ്റി ഫോർ ഹിം. അവനോട് പിറ്റി നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച വേർഡാണ് പിറ്റി. എന്താണ്, ദയ തോന്നി. പിറ്റി ഫോർ ഹിം, പിറ്റി ഫോർ ഐവാൻ. ദേ ടുക്ക് ഹിം ടു ദ ഷിപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഐവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അങ്ങനെ ഐവാൻ എവിടെ വന്നു, കപ്പലിനകത്ത് കയറി. എന്നിട്ട് കപ്പലിൻ്റെ മേൾ തട്ടുണ്ട്, അതിനാണ് ഡെക്ക് എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ഓൺ ദ ഡെക്ക് ഐവാൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. സേഫായിട്ട് ഡെക്കിൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ട് അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കി. ഹൈ, വെരി ഹൈ, അപ്പ് ഇൻ ദ സ്കൈ. എന്താ, ആ വളരെ ഉയരത്തിൽ, ഭയങ്കര ഉയരത്തിൽ, അപ്പ് ഇൻ ദ സ്കൈ ഐവാൻ സോ സം ക്രെയിൻസ്. ഐവാൻ എന്താ അവിടെ കണ്ടത്? ഐവാൻ സോ സം ക്രെയിൻസ് അപ്പ് ഇൻ ദ സ്കൈ. ദ ക്രെയിൻസ് വെയർ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അപ്പോൾ ക്രെയിൻസ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്.
he understand the language of that cranes, and he know what he know. The cranes were predicting a storm. ഒരു വലിയ സ്റ്റോം ഉണ്ടാവുന്നവർ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറന്നു പോവുകയാണ്. He said to the sailors, "Be careful. I hear the birds predicting a storm. Let us enter a harbor or we will in danger." അപ്പം അവൻ സെയിലേഴ്സിനോട് പറഞ്ഞു. ഇവന് മനസ്സിലായി, ക്രെയിൻസ് പറഞ്ഞു ഉടനെ ഒരു കൊടുങ്കാറ്റുണ്ടാവും, അപ്പം നമ്മുടെ കപ്പൽ തകരും എന്നൊക്കെ ഇവന് മനസ്സിലായി. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു, ആ സെയിലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഹീ സെഡ് ടു ദ സെയിലേഴ്സ്, വാട്ട് ഹീ സെഡ് ടു ദ സെയിലേഴ്സ്? ബി കെയർഫുൾ. ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ബേർഡ്സ് എന്താണ് പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത്? ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ഒരു സ്റ്റോം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ. നൗ ദ ടൈം ടു എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ. നമുക്കിപ്പം ഒരു ഹാർബറിൽ കയറണം, എവിടെയെങ്കിലും ഒരു തുറമുഖത്ത് പോയി നമ്മൾ സേഫായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റോമിനകത്ത് പെട്ട് കപ്പൽ തകർന്ന് കടലിൽ വീണ് നമ്മൾ ഡേഞ്ചറിലായിപ്പോവും. നമ്മൾ കേട്ടിട്ടുണ്ട് ടൈറ്റാനിക്കൊക്കെ ഇങ്ങനെ മഞ്ഞുമലയിലൊക്കെ ഇടിച്ച് തകർന്നെന്ന്. അതുപോലെ സ്റ്റോം വന്നാലും എന്ത് ചെയ്യും? കപ്പൽ തകരും. യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്. ഓ എടാ, നീ ഒന്ന് മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരെ കളിയാക്കി. സെയിലേഴ്സെല്ലാം എന്ത് ചെയ്തു? അവനെ കളിയാക്കി. എന്ത് പറഞ്ഞു? യു സില്ലി ബോയ്, കീപ് ക്വയറ്റ്, നീ മിണ്ടായിരുന്നേ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് സെഡ്, ബട്ട് ഐവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. അവൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ക്യാപ്റ്റൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. വാട്ട് വാസ് ദ റിക്വസ്റ്റ് ഓഫ് ഐവാൻ? പ്ലീസ് എന്താ? ബി കെയർഫുൾ. ഐ ഹിയർ ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. ലെറ്റ് us എൻ്റർ എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞു. അങ്ങനെ ഐവാൻ ഇങ്ങനെ പിന്നെയും ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. വൈ ഡിഡ്ന്റ് ദ ക്യാപ്റ്റൻ ലിസൺ ടു ഐവാൻ വേർഡ്സ്? എന്തുകൊണ്ടാണ് ഐവാൻ്റെ വേർഡ്സ് അയാൾ കേൾക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഹീ കൺസിഡേർഡ് ഐവാൻ എ സില്ലി ബോയ്. തന്നെയല്ല, അയാൾ വിചാരിച്ചു കാണും പക്ഷികൾ പറയുന്നത് ഇവന് മനസ്സിലാവും, ഇവൻ എന്ത് വട്ടാ പറയുന്നതെന്ന് ചിലപ്പോൾ തിങ്ക് ചെയ്ത് കാണും അല്ലേ. അപ്പം മെയിനായിട്ട് ദ ക്യാപ്റ്റൻ ഡിഡിൻ ലിസൺ ടു ദ ഐവാൻ വേർഡ്സ് ബിക്കോസ് ഹി കൺസിഡേർഡ് ഹിം ആസ് എ സില്ലി ബോയ്. വിൽ ദ സ്റ്റോൺ ബ്രേക്ക് ഔട്ട്? വൈ? സ്റ്റോൺ വരുമോ? നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള കുറച്ച് വേർഡ്സ്, ഇതിനകത്തുള്ള എന്താ, ഇതിൻ്റെ ഹെഡിങ് തന്നെ മെസ്സേജ് ഫ്രം ദ ക്രെയിൻസ്. വാട്ട് യു മീൻ ബൈ ക്രെയിൻസ്? നമ്മൾ പറഞ്ഞു എന്താണ്? കൊക്കുകൾ അല്ലെങ്കിൽ കൊറ്റികൾ. എല്ലാവരും കൊക്കുകളെയും കൊറ്റികളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഫൈനലി ഹിറ്റ് എ ലാർജ് ഷിപ്പ് എന്ന് പറഞ്ഞു. ഫൈനലി അവസാനം ഇവനിങ്ങനെ ബോട്ടെല്ലാം ഒഴുകി നടന്ന് ഇവൻ്റെ ചെറിയ തോണി ഒഴുകിപ്പോയി. ഫൈനലി ഇറ്റ് ഹിറ്റ് എ ലാർജ് ഷിപ്പ്. അവസാനം അതിൽ പോയി ഇടിച്ചു. ഹിറ്റ് അറിയാമല്ലോ, ഇടിക്കുക. ക്രൂ കപ്പലിലെ ജോലിക്കാർ, അത് വിമാനത്തിലെ ആയാലും കപ്പലിലെ ആയാലും. ഇവിടെ കപ്പലിലെ ജോലിക്കാർ. പിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദയ. സ്റ്റോം, ഭയങ്കര സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്. ഹാർബർ, തുറമുഖമാണ് ഹാർബർ. ക്വയറ്റ് മീൻസ് ശാന്തമായിട്ട്. റിക്വസ്റ്റഡ്, ഒരു റിക്വസ്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കും, ഓരോ അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓരോരുത്തരും ഒരു റിക്വസ്റ്റ് ചെയ്യും, അതാണ് റിക്വസ്റ്റഡ്. എഗെയിൻ വീണ്ടും. എൻ്റർ, അകത്തേക്കൊക്കെ കടക്കുക. എൻ്റർ ഇൻ ടു ദ റൂം എന്നൊക്കെ പറയത്തില്ലേ. ഡേഞ്ചർ മീൻസ്, ഇതാണ് ഡേഞ്ചർ, എല്ലാവർക്കും അറിയാം. ഡേഞ്ചറാണെന്ന് നമ്മൾ പറയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതാണ് അപകടം. ക്യാപ്റ്റൻ അറിയാമല്ലോ, ഷിപ്പിൻ്റെ ഡ്രൈവറെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്റ്റൻ അല്ലെങ്കിൽ സെയിലർ എന്നൊക്കെ വിളിക്കേ. നെക്സ്റ്റ് പേജ് നമ്പർ 68. Can you see what was the picture? We think it was a storm അല്ലേ? എന്തായിരിക്കും? Will the storm break out? അത് വരുമോ? കൊടുങ്കാറ്റ് വരുമോ എന്ന് നമ്മളിങ്ങനെ ചോദിച്ചായിരുന്നു. യെസ്, ഫൈനലി ദ സ്റ്റോം റീച്ച്ഡ്. ദ സ്റ്റോം, അതാണ് അടുത്ത്. ദ സ്റ്റോം എന്താണ്? വാട്ട് യു മീൻ ബൈ സ്റ്റോം? STORM. സ്റ്റോം മീൻസ് കൊടുങ്കാറ്റ്.
At last, the captain steered the ship to the shore and anchored it. ഇവൻ്റെ ശല്യം സഹിക്കാതെ എന്ത് ചെയ്തു? ഫൈനലി ദ ക്യാപ്റ്റൻ സ്റ്റിയേർഡ് ദ ഷിപ്പ് ഇങ്ങനെ തീരത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ആങ്കേർഡ് മീൻസ് എന്താ? നങ്കൂരമിടുക. കപ്പൽ കൊണ്ടുവന്ന് ഇങ്ങനെ കടലിൻ്റെ ആ തുറമുഖത്ത് ഇങ്ങനെ കെട്ടി വെക്കുന്നതിന് കൊണ്ട് കെട്ടി അടുപ്പിക്കുന്നതിനാണ് പറയുന്നത് ആങ്കറിങ് എന്നൊക്കെ പറയും. നങ്കൂരമിടുക എന്ന് പറയും മലയാളത്തിൽ. അപ്പം ഫൈനലി അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റിയേർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. വിത്തിൻ എ ഷോർട്ട് ടൈം എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. ഒരു ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്തു? എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. ഒരു സ്റ്റോം വന്നു. ആ കപ്പൽ കയറി അവിടെ ആങ്കറിങ് ചെയ്ത് കഴിഞ്ഞതും കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ എ സ്റ്റോം ബ്രോക്ക് ഔട്ട്. ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു. ഹ്യൂജ് വേവ്സ് റോസ് അപ്പ് ടു ദ സ്കൈ. കൊടുങ്കാറ്റടിക്കുമ്പോൾ എന്ത് ചെയ്യും? കടൽ തിരമാലകൾ ആകാശത്തേക്ക് ഇങ്ങനെ ഉയരും. ഹ്യൂജ് വേവ്സ്, വലിയ സുനാമിയുടെ തിരകൾ പോലത്തെ ഹ്യൂജ് വേവ്സ്, വലിയ കടൽ തിരകൾ. റോസ് അപ്പ് ടു ദ സ്കൈ, ആകാശം വരെ. ദ വിൻഡ് റോഡ്, ആ വിൻഡ് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് മുഴങ്ങി, ഭയങ്കര ശബ്ദം, അലറുന്ന പോലത്തെ കാറ്റ് വീശി. പിന്നെ നിങ്ങൾക്ക് ആ പിക്ചറിനകത്ത് കാണാം. എന്താ കാണാൻ പറ്റുന്നത്? അത് തന്നെയാ ക്യാപ്റ്റനും ഐവാനും കണ്ടു. എന്തായിരുന്നു കണ്ടത്? ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. ദേ സോ ഹ്യൂജ് വേവ്സ്, വലിയ തിരകൾ എന്ത് ചെയ്തു? തിരകൾ എന്താണ് ചെയ്തത്? ആ വലിയ കൊടുങ്കാറ്റ് വന്ന തിരകൾ ബ്രേക്കിംഗ് മെനി ഷിപ്സ്, ഒരുപാട് ഷിപ്സിനെ ബ്രേക്ക് ചെയ്തു. സെയിലിംഗ് ഇൻ ദ സീ, കടലിൽ കൂടെ ഇവരുടെ കപ്പൽ മാത്രമല്ലല്ലോ, ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പണ്ട് കാലത്ത് ഇങ്ങനെ എയ്റോപ്ലെയിനോ ബസ്സോ കാറോ വണ്ടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി വണ്ടികളൊന്നും ഇല്ല. കൂടുതൽ ആൾക്കാരും പോകുന്നത് എങ്ങനെയായിരിക്കും? സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഷിപ്പ് വഴി. അപ്പോൾ കടലിൽ ഒരുപാട് ഷിപ്പുകൾ കാണും. അപ്പോൾ ഐവാനും ഈ ക്യാപ്റ്റനും കണ്ടു. എന്താ കണ്ടത്? ദേ സോ ഹ്യൂജ് വേവ്സ് ബ്രേക്കിംഗ് മെനി ഷിപ്സ് സെയിലിംഗ് ഇൻ ദ സീ. സീയിൽ ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഷിപ്സിനെ ബ്രേക്കിംഗ് നശിപ്പിച്ച് ഇങ്ങനെ തകർന്നു പോകുന്നത് അവർ കണ്ടു. അപ്പം ക്യാപ്റ്റൻ എന്തു പറഞ്ഞു കാണും? യു സേവ്ഡ് അവർ ലീവ്സ്, നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഐവാൻ. ഐവാൻ പറഞ്ഞുകൊണ്ടല്ലേ അവർ ഈ കപ്പലിനെ ഈ ഷോറിൽ ഈ ഒരു തീരത്ത് കൊണ്ടുവന്ന് ആങ്കേർഡ് ചെയ്തത്. എല്ലാവരും എന്ത് ചെയ്തേനെ? ഷുവറായിട്ട് ഇവരുടെ ഷിപ്പും ഈ ഒരു ഹ്യൂജ് സ്റ്റോമിൽ എന്ത് ചെയ്തേനെ? ബ്രേക്ക് ചെയ്ത് പോയേനെ. അപ്പം എന്തായാലും ലാസ്റ്റിൽ ഐവാൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കപ്പൽ ഒരു ഷോറിൽ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് ഈ സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെട്ടു. ഐവാൻ ആ പ്രഡിക്ഷൻ കേട്ടു. ആരുടെ പ്രഡിക്ഷനാണ് കേട്ടത്? ദ ക്രെയിൻസിൻ്റെ പ്രഡിക്ഷൻ. എന്തായിരുന്നു ക്രെയിൻസിൻ്റെ പ്രഡിക്ഷൻ? ഒരു ഹ്യൂജ് സ്റ്റോം വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് അവൻ എന്നിട്ട് എന്ത് ചെയ്തു? കപ്പലിലുള്ള ക്രൂവിൻ്റെ അടുത്ത് പറഞ്ഞു, ഹ്യൂജ് സ്റ്റോം വരുന്നുണ്ട്, നമുക്ക് കപ്പൽ അടുപ്പിക്കണം. അങ്ങനെ ലാസ്റ്റിൽ കപ്പൽ ആങ്കറിങ് ചെയ്തു. എന്തായാലും സ്റ്റോം വന്നു, ഇവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പം യു സേവ്ഡ് അവർ ലീവ്സ്, ദ ക്യാപ്റ്റൻ താങ്ക്ഡ് ഐവാൻ. ഓക്കെ, കുറച്ച് വേർഡ്സ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അറ്റ് ലാസ്റ്റ് മീൻസ് അറ്റ് ലാസ്റ്റ് ദ ക്യാപ്റ്റൻ സ്റ്റിയേർഡ് ദ ഷിപ്പ് ടു ദ ഷോർ ആൻഡ് ആങ്കേർഡ് ഇറ്റ്. എന്താണ് അറ്റ് ലാസ്റ്റ് മീൻസ് ഫൈനലി അല്ലെങ്കിൽ ഒടുവിൽ. സ്റ്റിയേർഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിയറിംഗ് എന്ന് പറയത്തില്ലേ, വണ്ടിയുടെയൊക്കെ സ്റ്റിയറിംഗ്, അത് തന്നെ. ഇവിടെ വണ്ടി അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊക്കെ തീരുമാനിക്കുന്ന സ്റ്റിയറിംഗ് വെച്ചിട്ട്. അപ്പം സ്റ്റിയേർഡ് കപ്പലിൻ്റെ ഗതി നിയന്ത്രിച്ചു. ആങ്കേർഡ് ആ കപ്പലിനെ കൊണ്ടുവന്ന് ആങ്കറിങ് ചെയ്തു എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തുറമുഖത്ത് കൊണ്ടുവന്ന് ആങ്കറിങ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട് കപ്പലിൻ്റെ ആങ്കറിങ് ചെയ്യുന്ന ഒരു നങ്കൂര, ഒരു പാതാളക്കരണ്ടി പോലെയൊക്കെയുള്ള ആങ്കറിൻ്റെ പേസ്റ്റ് കണ്ടിട്ട് പരസ്യം കാണുന്നവർക്കറിയാം, ഒരു ചിഹ്നമുണ്ട്. ആ സാധനം ഇങ്ങനെ കരയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി കെട്ടി നിർത്തുക ചെയ്യുന്നത്. ബ്രോക്ക് ഔട്ട് മീൻസ് കാറ്റ് വീശി. ഹ്യൂജ് വലിയ, വളരെ വലിയ. വേവ്സ് അറിയാമല്ലോ എല്ലാവർക്കും, തിരമാലകൾ. ബ്രേക്ക് ചെയ്യുക, എന്തായാലും ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ പൊട്ടിക്കുക, തകർക്കുക എന്നൊക്കെയുള്ള. മെനി മീൻസ് ധാരാളം. സേവ് ചെയ്യുക അറിയാമല്ലോ, രക്ഷിച്ചു. താങ്ക്ഡ് നന്ദി പറഞ്ഞു. ഷോർ ഇവിടെ എന്താ? ഷോർ കടൽ തീരം. ഓക്കെ, എല്ലാം കഴിഞ്ഞു, പ്രശ്നമൊന്നുമില്ല.
ഇവർ ഐവാൻ എന്തായാലും രക്ഷപ്പെട്ടു, കടലിലൊന്നും മുങ്ങിപ്പോയില്ല. അങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി. നോക്കിക്കേ പേജ് നമ്പർ 69, നോയ്സി ബേർഡ്സ് കാണുന്നുണ്ടോ? നോയ്സി ബേർഡ്സ് എന്തൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്? നോയ്സി ബേർഡ്സ് മീൻസ് ബേർഡ്സ് നമുക്കറിയാം. ഈ നോയ്സി ബേർഡ്സ് എന്ന് വെച്ചാൽ ഈ കാക്കകളൊക്കെ കിടന്ന് കലവില കൂട്ടത്തില്ലേ, അല്ലെങ്കിൽ കിളികളെല്ലാം ബഹളം വെക്കത്തില്ലേ, അപ്പോൾ അതാണ് നോയ്സി ബേർഡ്സ്. നോക്കിക്കേ ഇവിടെ ആരാ ബഹളം വെക്കുന്നത്? ആ പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കാക്കകളാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നോയ്സി ബേർഡ്സ്, കാക്കകൾ കിടന്ന് ബഹളം വെക്കുന്നത്. നോയ്സി ബേർഡ്സ്. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. എന്താ ഭയങ്കര ഡിസ്റ്റർബൻസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അനോയ്ഡ് ആയത്? അദ്ദേഹത്തിന് എന്തായിരുന്നു ആ ഡിസ്റ്റർബൻസ് വന്നത്? മെനി ക്രോസ് perched the windows, walls and roof of the palace and even on the trees near. അപ്പോൾ എന്തായിരുന്നു നിയർ ബൈ? അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. എന്തുകൊണ്ടാണ് രാജാവ് അസ്വസ്ഥനായത്? മെനി ക്രോസ് പെർച്ച്ഡ് ദ വിൻഡോസ്. ഒരുപാട് കാക്കകൾ ചേക്കേറി. എവിടേക്കാണ് ചേക്കേറിയേ? പെർച്ച്ഡ് ദ വിൻഡോസ്, വോൾസ് ആൻഡ് റൂഫ് ഓഫ് ദ പാലസ്. പാലസിൻ്റെ റൂഫിൽ, ഈവൻ ഓൺ ദ ട്രീസ് നിയർ ബൈ. ആ പാലസിൻ്റെ അടുത്തുള്ള എല്ലാ മരങ്ങളിൽ, ജനലുകളിൽ, ഭിത്തിയിൽ, സൈഡിൽ, വോൾസിലെല്ലാം കാക്കകളാണ്. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ആർക്കും ഒരു പിടിയില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും നിറച്ചും കാക്കകളാണെങ്കിൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതെവിടെയാണ് കാക്കകൾ ശല്യം ഉണ്ടാക്കുന്നത്? കിങ്ങിൻ്റെ പാലസിൽ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്, ഒരു രക്ഷയില്ല അതിനെ ആട്ടിക്കളയാനായിട്ട്. നോ വൺ ന്യൂ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ഇതിനെ എങ്ങനെ ഒഴിവാക്കണം, അല്ലെ ഗെറ്റ് റിഡ് ഓഫ് ദം, എങ്ങനെ ഇതിനെ കളയണം എന്ന് ആർക്കും അറിയില്ല. ഐവാൻ വെൻറ്റ് ടു ദ പാലസ്. യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്, ഐവാൻ സെഡ്. ഐവാൻ വെൻറ്റ് ടു ദ പാലസ്. ഐവാൻ ഇപ്പോൾ സേഫായിട്ട് ഒരിടത്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഐവാൻ ഇതറിഞ്ഞു. ഐവാൻ പാലസിലോട്ട് ചെന്നിട്ട് എന്ത് പറഞ്ഞു? യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്. ഞാൻ ഈ ക്രോസിനെ എല്ലാം കളയാം. ഐവാൻ സെഡ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. രാജാവിന് അത്രയ്ക്ക് ശല്യമാണ് കാക്കകളെ കൊണ്ട്. അപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? ഇഫ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദം, നിനക്കിതിനെ ഇവിടുന്ന് കളയാൻ പറ്റുവാണെങ്കിൽ ഞാൻ എന്തു തരും? യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. വാട്ട് ദ കിങ് സെഡ്? ഇഫ് യു ക്യാൻ ഡു ദാറ്റ് യു ക്യാൻ മാരി മൈ ഡോട്ടർ, ദ കിങ് സെഡ്. ഐവാൻ ആസ്ക്ഡ് ദ സെർവൻറ്റ് ടു ഓപ്പൺ ദ വിൻഡോസ്. ഐവാൻ എന്തു പറഞ്ഞു? ആസ്ക്ഡ് ദ സെർവൻറ്റ്സ് ടു ഓപ്പൺ ദ വിൻഡോസ്. ഹീ ലിസൺ ടു ദ ക്രോസ് ഫോർ എ വൈൽ. അവൻ ക്രോസ് പറയുന്ന കേട്ടു. അവന് ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാമല്ലോ. ദെൻ ഹി വെൻറ്റ് ടു ദ കിങ് എഗെയിൻ. അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ദെൻ ഹി വെൻറ്റ് ടു ദ കിങ്സ് എഗെയിൻ. വീണ്ടും അവൻ കിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം നോക്കിക്കേ, നോയ്സി ബേർഡ്സ്. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച് അനോയ്ഡ്. Many crows perched the windows, walls and roof of the palace and even on the trees nearby. No one knew how to get rid of them. No one knew. ആർക്കും അറിയില്ല. Ivan went to the palace. Your majesty, I will get rid of the crows, Ivan said. If you can do that, you can marry my daughter, the king said. Ivan asked the servants to open the windows. He listened to the crows for a while. Then he went to the king again. Okay. How will Ivan get rid of the crows? എങ്ങനെയായിരിക്കും അവൻ അതിനെ ഒഴിവാക്കിയത്? എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. വാട്ട് വിൽ ദ ക്രോസ് സേ ടു ഐവാൻ? എന്തായിരിക്കും ക്രോസ് അവനോട് പറഞ്ഞത്? ഒന്നും നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഐവാൻ അതെല്ലാം പറയാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോവാണ്. നോയ്സ് മീൻസ് അറിയാലോ, നോയ്സ് ഇവിടെ എന്തിൻ്റെ നോയ്സാണ് കേട്ടെ? കാക്കകളുടെ ബഹളം, അതാണ് നോയ്സ്, ശബ്ദം. അനോയിഡ്, ANNOYED, അനോയിഡ് ശല്യം, ബുദ്ധിമുട്ട്, അതാണ് അനോയിഡ്. മെനി ധാരാളം, പെർച്ച്ഡ് ചേക്കേറി, റൂഫ് മീൻസ് മേൽക്കൂര, നിയർ ബൈ സമീപത്തുള്ള, ഗെറ്റ് റിഡ് ഓഫ്. ഈ ഒരു നോയ്സി ബേർഡ്സിനകത്ത് കുറേ തവണ വന്നൊരു വേർഡാണത് ഗെറ്റ് റിഡ് ഓഫ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക. അപ്പോൾ ഈ കാക്കകളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഹൗ ടു ഗെറ്റ് റിഡ് ഓഫ് ദം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഐവാൻ വന്ന് എന്താ പറഞ്ഞത്? ഐവാൻ വെൻറ്റ് ഇൻ ടു ദ പാലസ്. യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്. ഞാനിതിനെ ഒഴിവാക്കി തരാം. മാരി, വിവാഹം കഴിക്കുക. ഡോട്ടർ, മകൾ. ലിസൺഡ്,
ശ്രദ്ധിച്ചു. ഫോർ എ വൈൽ അല്പനേരം. ഓക്കെ, ഫോർ എ വൈൽ അല്പനേരം. ഓക്കെ, ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കിയത് എന്താ, ഐവാനെ കടലിലോട്ട് എടുത്ത് വിട്ടു. ആരാ? ദ റഷ്യൻ മർച്ചൻ്റ്. അപ്പം അങ്ങനെ ഐവാൻ കടലിൽ ഷിപ്പിലിങ്ങനെ ആ ചെറിയ ബോട്ടിലിങ്ങനെ പോകുമ്പം എന്ത് ചെയ്തു? ഫൈനലി ഈ സ്മോൾ ബോട്ട് ഹിറ്റ് എ ലാർജ് ഷിപ്പ്. ആ ഷിപ്പിലുള്ള സെയിലേഴ്സിനൊക്കെ ഐവാനോട് പിറ്റി തോന്നിയിട്ട് അവനെ ആ ഡെക്കിലേക്ക് കയറ്റി. അവൻ ആ മേളിൽ ഡെക്കിൽ കയറി നിന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ മേളിൽ കൂടെ പറന്നുപോയ ക്രെയിൻസ് പറയുന്ന മെസ്സേജ് കേട്ടു. വാട്ട് വാസ് ദ മെസ്സേജ്? ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം, ദ ക്രെയിൻ പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ആ സെയിലേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ക്യാപ്റ്റൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. ഐവാൻ റിക്വസ്റ്റഡ് ഹിം എഗെയിൻ ആൻഡ് എഗെയിൻ. എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? വി വിൽ ബി ഇൻ ഡേഞ്ചർ, വി വിൽ ബി ഇൻ ഡേഞ്ചർ. ദ ബേർഡ്സ് പ്രെഡിക്റ്റിംഗ് എ സ്റ്റോം, ലെറ്റ് us enter എ ഹാർബർ ഓർ വി വിൽ ബി ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റിൽ ക്യാപ്റ്റൻ അത് കേട്ട് അവരുടെ ഷിപ്പ് എന്ത് ചെയ്തു? ആങ്കറിങ് ചെയ്തു. ലാസ്റ്റ് ഫൈനലി എന്ത് ചെയ്തു? ദ സ്റ്റോം കെയിം ആൻഡ് ഓൾ ദ ഷിപ്സ് ഇൻ ദ സീ ബ്രേക്ക് ഔട്ട്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. പക്ഷേ ഇവരുടെ ഷിപ്പ് ഇങ്ങനെ ആങ്കറിങ് ചെയ്തുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഫൈനലി ഇവരുടെ ഷിപ്പ് രക്ഷപ്പെട്ടു. അങ്ങനെ ക്യാപ്റ്റൻ താങ്ക് ടു ഐവാൻ. അങ്ങനെ ദാറ്റ് സ്റ്റോം ഡെസ്ട്രോയിഡ് മെനി ഷിപ്പ് സെയിലിംഗ് ഇൻ ദ സീ, ബട്ട് ഐവാൻ ആൻഡ് ഹിസ് ഷിപ്പ് എന്ത് ചെയ്തു? ആ സ്റ്റോമിൽ നിന്ന് എസ്കേപ്പായി. നെക്സ്റ്റ് ഇവനിങ്ങനെ സന്തോഷമായിട്ട് എവിടെയോ ജീവിച്ചു. ആ സമയത്ത് അറിയുന്ന എന്താണ്? രാജാവിനൊരു പ്രശ്നം. രാജാവിൻ്റെ കൊട്ടാരം മുഴുവൻ കാക്കകളെ കൊണ്ട് ഭയങ്കര ശല്യം. വിൻഡോസിൽ, വോൾസിൽ, റൂഫ് ഓഫ് ദ പാലസ് ആൻഡ് ഈവൻ ടു ദ ട്രീസ് നിയർ ബൈ. അങ്ങനെ എന്ത് ചെയ്തു? ഐവാൻ അവിടെ വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ ഹെൽപ്പ് യു മജസ്റ്റി, യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്, ഐവാൻ സെഡ്. എന്നിട്ട് ഐവാൻ എന്താണ് ക്രോസ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ 3 വായിച്ച് നോക്കണം. ഓക്കെ.